ഹായ് ഫ്രണ്ട്സ് ടൂറിട്ടപ്പോൾ ഹീറോയ്ക്ക് മെൻഷൻ ഞാൻ കണ്ടു ഷോക്കായി. വെച്ചുണ്ടാക്കുന്നത് ജിമ്മിൻ കണ്ടു. ജിമ്മിൻ ഹീറോ ഓടി പോകാൻ തുടങ്ങി. ഹീറോ തെറിച്ചോടാൻ തുടങ്ങി. അയ്യോ പാക്സ് ഹീറോ എങ്ങനെ മനുഷ്യനാന്ന് ഓടിപ്പോ. ജിമ്മിന് പെടുത്ത് ഹീറോയിനെ പിടിച്ചു. ഹീറോ നീ 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 ഫാക്സ് നീ ഫാക്സ് നീ എങ്ങനെ മനുഷ്യനായ, നീ ഡോഗ് എങ്ങനെ മനുഷ്യ? അടിപ്പാവി, ഞങ്ങൾ ഡോഗ്സ് അല്ല, ഞങ്ങൾ ഫോക്ക്. നിനക്ക് സംസാരിക്കാൻ പറ്റുമോ? ആ ഹീറോ വേറെ നോക്കിയിട്ട് പറയാൻ തുടങ്ങി. എന്നാ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ ഹീറോയുടെ അടുത്തോട്ട് വന്നു. ഹീറോ പേടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഹീറോയിനോട് പറയാൻ തുടങ്ങി, ഞങ്ങളൊന്നും ചെയ്യില്ല, നിങ്ങൾ പേടിക്കാണ്ട, നിങ്ങൾക്ക് ഹെൽപ്പ് ഞങ്ങൾ ചെയ്തോളാം പറഞ്ഞ്, നിങ്ങൾ ഞങ്ങളെ കാട് നശിപ്പിക്കരുത് എന്ന് പറയാൻ തുടങ്ങി. അവർ സ്റ്റോറി പറയാൻ തുടങ്ങി. ഫോക്സിനോട് കേൾക്കാതെ പിന്നെ ഹീറോയി നല്ല ഫോക്സ് നമ്മൾ ഹീറോയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് കുറച്ച് കാലാടി പോയിട്ടായിരുന്നു മേടി നല്ലതായിട്ട് പറഞ്ഞ് ഹീറോയ്ക്ക് നല്ല ഫോക്സ് കുട്ടികളാണോ അങ്ങനെ ഹീറോയി പറഞ്ഞു കൊഞ്ഞു തുടങ്ങി. ജിമ്മിനെ ജങ്കുക്കിനെ കൊഞ്ചയില്ലായിരുന്നു, ജിമ്മിനെ ജങ്കുക്കിന് കൊഞ്ചയില്ലായിരുന്നു. ജിമ്മിനെ പിടിച്ച് തടയാൻ തുടങ്ങിയത് ഇത് കണ്ടിട്ട് ബാക്കിക്ക് അടുപ്പാനും ഫോക്സ് ആയപ്പോൾ ക്യൂട്ടായിട്ടുണ്ടല്ലേ ജിമ്മിനെ പിടിച്ച് കൊഞ്ച വീക്കു ജങ്കുക്ക് കടുപ്പാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും കൊഞ്ചേ എന്ന് പറയാൻ തുടങ്ങി. നിങ്ങൾ ഡോഗായിട്ട് ക്യൂട്ടായിട്ടുണ്ടല്ലോ, ഫോക്സ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു ഫോക്സ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോക്സ് സ്റ്റോറി നോക്കുക. ഏഴ് ഫോക്സ് ജനിച്ചായിരുന്നു. അവർ അച്ഛനമ്മ വേറെ പ്ലേസിൽ ഒരു ഫൈറ്റ് ഇങ്ങനെ കാട്ടിലേക്ക് വന്നു. പിന്നെ ഒരു മനുഷ്യൻ വന്നു, ഒരു കാട്ടിലുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് അവർ പോകുമ്പോൾ ഒരു മനുഷ്യന്മാർ വന്ന് ഫോക്സിനെ അവരുടെ ഡാഡീനും മമ്മീനും എടുത്തുകൊണ്ട് പോയി ആരാഴ്ച ചെയ്യുന്നു പറഞ്ഞിട്ട് അവരുടെ ഡാഡി മമ്മി കൊന്നു കളഞ്ഞു മനുഷ്യന്മാർ. അതുകൊണ്ട് അവർ ഇങ്ങനെ ഫോക്സായിട്ട് മറിഞ്ഞ് ജീവിക്കായിരുന്നു. ഇതാണ് കഥ എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആർക്കും കാട്ടിയിട്ടുണ്ടായിരുന്നു. മനുഷ്യന്മാർ ഞങ്ങൾ ആരാഴ്ച ചെന്നത് ഞങ്ങളെ ഡാഡി മമ്മിനെ കൊന്നായിരുന്നു അവർ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. ഒരു സാഡായി പറയുന്നുണ്ട്. ഹീറോയ്ക്ക് സാഡായി. നിങ്ങൾ മാത്രമുള്ളതാ, ഞങ്ങൾ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ, ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് അവർ കൊന്നു കളഞ്ഞു, ഞങ്ങളാണ് ഇവിടെ ജീവിച്ചത് എന്നായിട്ട് ഫാക്സ് പറയായിരുന്നു. സാഡ് ഹീറോയ്ക്ക് സാഡായി പോയി. ശരി ഓക്കെ, വിഷമിക്കണ്ട, നിങ്ങളിവിടെ ഇരുന്ന് പ്രശ്നമാവും, അതിനു മുമ്പ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കോ? അതായിട്ട് ഫോക്സ് ഓക്കെ എന്ന് പറഞ്ഞു. ശരി ഓക്കെ. ഹീറോയി ഇപ്പോൾ എന്ത് ചെയ്യാം? ശരി ഓക്കെ. ആൻഡ് ഹീറോയി ഇങ്ങനെ ഓരോന്ന് ഫോക്സിനെ വിളിച്ച് ഇങ്ങനെ കണക്ക് നോക്കാൻ തുടങ്ങി. ശരി ഓക്കെ, ഞാൻ വരുന്ന മുമ്പ് നിങ്ങൾ ഇവിടേക്ക് വരണം. അങ്ങനെ ഹീറോയി അവിടെ നിന്ന് പോയി. ഹീറോയി ഇങ്ങനെ ഒരു ഹീറോയി വിളിച്ചപ്പോൾ വരുമോ ഫോക്സ് ഇവിടെ മീറ്റ് ചെയ്യാൻ പറഞ്ഞ് ഇങ്ങനെ ഹീറോയി പോയി എല്ലാ ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്ന് എല്ലാ ഫുൾ സാധനം എടുത്തുകൊണ്ട് വന്ന് കാട്ടിലൊക്കെ വന്നു. കാട്ടിൽ വരുമ്പോൾ ഫോക്സിനെ വിളിച്ചു. അങ്ങനെയായിട്ട് ഇങ്ങനെ ഫോക്സ് വിളിച്ചു. അങ്ങനെ ഫോക്സ് വന്നു. ഫോക്സ് ഫസ്റ്റ് ജേഹബ് വന്നു. ജേഹബ് പറഞ്ഞു, അല്ല ചേട്ടന്മാർ എവിടെയാണ്? അവരെവിടെ ഉണ്ടാവും. അങ്ങനെ ഗുഹയൊക്കെ വിളിച്ചുകൊണ്ട് പോയി. ഗുഹ നോക്കിയിട്ട് ഹീറോയ്ക്ക് അതിശയായി പോയി. വാവ്, ഭംഗിയായിട്ടുണ്ടല്ലോ ഗുഹ, ഇവിടെ ആരും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നെ മറിച്ചുണ്ടായിരുന്നു. അങ്ങനെ ഹീറോമാർ വിളിച്ചു, ഇത് നിങ്ങൾ യൂസ് ചെയ്ത് ഇതെന്താ ഡ്രസ്സ് അങ്ങനെ പറഞ്ഞാൽ അയ്യോ ശേ ഇവരൊക്കെ പറഞ്ഞു മനസ്സിലായില്ല. ശരി ഹീറോ ഒരു മൊബൈൽ ഓൺ ചെയ്തു. ഇത് മൊബൈലാണ്. അങ്ങനെ ഒരു ക്ലാസ് ഇതെങ്ങനെ ഇടണം, ഡ്രസ്സ് ഇടാണ് പഠിപ്പിക്കുന്നത്. എല്ലാം ഇല്ല നോക്കിക്കോ, ഞാനിടുന്ന് പോകുമെന്ന് പറഞ്ഞു. ഹീറോ ഇതിലെങ്ങനെ യൂസ് ചെയ്ത് എല്ലാം കാട്ടിയായിരുന്നു. അതുകൊണ്ട് അവർ ഇടാൻ തുടങ്ങിയായിരുന്നു, ഡ്രസ്സ് ഇടാം. പിന്നെ കുളിക്കുന്നത്, നിങ്ങളെങ്ങനെ കുളിക്കുന്നത് എല്ലാ ക്ലാസ് പഠിപ്പിക്കാൻ തുടങ്ങി. ക്ലാസ് മൊത്തം പഠിപ്പിക്കാൻ തുടങ്ങി. ഇങ്ങനെ ക്ലാസ് എങ്ങനെ എടുക്കുന്നത്, ക്ലാസ് എങ്ങനെ പഠിക്കുന്നത്, മൊത്തം ക്ലാസ് ഹീറോയെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഏതൊന്നെ പഠിക്കാൻ, ഇങ്ങനെ പേര് തോന്നെ അങ്ങനെ ഇങ്ങനെ മൊത്തം ഡേയ്സ് പഠിപ്പിക്കാൻ തുടങ്ങിയായിരുന്നു. ശരി, ഇനി നിങ്ങൾ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. ഇത് കേട്ട് മൊത്തം ഷോക്ക് വെയറായി. 7 ഫോക്സ് ഷോക്കായി. എന്ത്, നിങ്ങൾ കൂടെ വരുന്ന? ഞങ്ങളെ കാട് എൻ്റെ പേരിലാണ് ഉള്ളത്, അത് നശിക്കാല, എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു. അത് കേട്ട് ഫോക്സ് ഓക്കെ എന്ന് പറഞ്ഞു. നിങ്ങളിപ്പോൾ നടക്കുക. അങ്ങനെ എല്ലാവരും സ്റ്റൈലായിട്ട് നടക്കാൻ തുടങ്ങി. ശരി ഓക്കെ, നിങ്ങൾ കൂടെ വാ. നിങ്ങൾ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ നല്ല സ്റ്റൈലായിട്ട് കട്ട് ചെയ്തു. ഫുൾ വയർ ഉണ്ടായിരുന്നു. അങ്ങനെ നോർമൽ ആൻസുമായി അവർ 7 പേർ മാറി. ഹീറോയ്ക്ക് സൈറ്റ് അടിക്കാൻ തുടങ്ങി. ശരി ഓക്കെ. അങ്ങനെ ഹീറോയെ വിളിച്ചോണ്ട് വന്നു വീട്ടിലേക്ക്. അങ്ങനെ ഹീറോയെ വിളിച്ചോണ്ട് വന്നു. ഹീറോയിൻ്റെ ഡാഡി മമ്മിക്ക് ഷോക്കായി. മോളെ ഇതാരാ? അത് ഒന്നും പറയാൻ പറ്റില്ല മോം, അത് ഞാൻ പിന്നെ പറഞ്ഞു. അങ്ങനെ കണ്ടു ഹീറോയ്ക്ക് മമ്മിക്ക് ഡാഡിക്ക് ഷോക്കായി. ഇവർ കാണാൻ സമയത്തുണ്ടല്ലോ, ആരാ അമ്മ അറിയില്ല. അങ്ങനെ അവർ പറഞ്ഞു. ഹീറോമാർക്ക് റൂം കൊടുത്തു. എല്ലാം പഠിപ്പിച്ച് കൊടുത്തോണ്ട് അവർക്ക് ഓരോന്നറിഞ്ഞു. അങ്ങനെ ഹീറോയി ഇങ്ങനെ വീട്ടിലിരുന്ന് ഫുഡ് കഴിക്കുമായിരുന്നു. അതെ, ഹീറോയിൻ്റെ ഫിയാൻസി വന്നു. അതെ, കഥൻ്റെ വില്ലൻ അവൻ വന്നു. ഹീറോയി ഇതിലൂടെ ഫുഡ് കഴിക്കുമായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചായിരുന്നു. അവനെ കണ്ടു. ഓഹോ, നീ വന്നോ, നീ എല്ലാം പ്ലാൻ ചെയ്തു. ഹീറോയ്ക്ക് മനസ്സിലായി. ശരി, ഇപ്പം എന്താ ചെയ്യുക? ഇവിടേക്ക് കെടുപ്പ് എത്തണം. അങ്ങനെ ഹീറോയിൻ്റെ മമ്മിയും ഉണ്ടായി. ടേബിളെല്ലാവരും ഇരുന്ന് കഴിച്ചു പറഞ്ഞു. വില്ലൻ വന്ന് ഹായ് ആൻറ്റി, ഹായ് എറാ, എന്ത് പറ്റി എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് എന്തിപ്പം ചെയ്യാന്ന് നോക്കി. ഇവനെ എടുത്താൽ ശരിയാവില്ല, ഇവനൊരു മറ വലിക്കാം, ഇവന് കിട്ടാവില്ല. ശരി ഓക്കെ, ഇവൻ ഓക്കെ.
ജിമിൻ, ആ എന്ത് പറ്റി? ആ ഞാൻ പറഞ്ഞ മുറി ചെയ്തില്ലല്ലേ? നിനക്ക് ഫുഡ് കട്ട്. ഫുഡ് കട്ടാ? അതെടാ, നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അത് അമ്മീക്ക് തരാം. നീ വേണം, നീ ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം. ഓക്കെ ആണല്ലേ? ആ ഓക്കെ ഓക്കെ ജങ്കോക്ക്. ഞാൻ പറഞ്ഞ മതി, നീ ചെയ്യണം, മനസ്സിലായില്ലേ? ശരി ഓക്കെ. ജിമ്മിൻ ജങ്കുക്കാണ് നടുവിലിരുന്നത്. ഷുഗർ കുറച്ച് അപ്പുറമാണുള്ളത്. ഷുഗറിനെ സെറ്റാവില്ല, ഷുഗറിനെ വിളിച്ചാൽ സെറ്റാവില്ല. ഇവിടെ ഇരുത്തി ഷുഗറിനെ വെച്ച് ചെയ്യാൻ ശരിയല്ല, ദൂരമുള്ളത്. അങ്ങനെ ജങ്കുക്കിനോട് പറഞ്ഞു, ജിമ്മിനോട് പറയാൻ തുടങ്ങി, നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഫുഡ് ഓടുന്ന മാതിരി ചെയ്താൽ മതി, മനസ്സിലായോ? ശരി ഓക്കെ. അങ്ങനെ ആയിട്ടും ഇങ്ങനെ ഫുഡ് എന്നാ ഇത് നല്ല ഉണ്ട്. ജിമ്മിന് എന്നാ ഫുഡ് കഴിക്ക്, എന്നാ ഫുഡ് ഇറങ്ങി കൂട്ടാൻ തുടങ്ങി. ഞാൻ ജങ്കുക്ക് പറയാതെ എന്നാ ഫുഡ് ഇവള എനിക്ക് ഷാക്ക്. എന്ത് ആൻറ്റി ഇവരാരാ? എനിക്കറിയില്ല. അങ്ങനെ വില്ലൻ ഷോക്കായി. എന്താ വില്ലൻ ഷോക്കായി വെക്കാം? ഇവരാരാ? ആ ഇവർ 7 പേര് എൻ്റെ ഫ്രണ്ട്സാണ്. ഇതൊരു വില്ലൻ ഷാക്ക്. 7 പേര് ഫ്രണ്ട്സാ? അതേ പറഞ്ഞ സോറി സോറി ജാക്ക് പറഞ്ഞേക്കോ. എനിക്ക് മാരിന് ഇൻട്രസ്റ്റ് ഇല്ല, എന്നോട് പറഞ്ഞായിരുന്നു. എൻ്റെ ബോയ് ഫ്രണ്ട് ലണ്ടൻ ബോയ്സ് വന്നിട്ടുണ്ടോ? സോറിപ്പാ, മാരേജ് ക്യാൻസൽ. ഇത് കേട്ട് ഷോക്കായി. ലണ്ടൻ ബോയ് ഫ്രണ്ടാ? ആ ഇത് ജീൻ, എൻ്റെ ഫസ്റ്റ് ബോയ് ഫ്രണ്ട്. ഇത് എൻ്റെ സെക്കൻഡ് ബോയ് ഫ്രണ്ട്. ഇത് എൻ്റെ തേർഡ് ബോയ് ഫ്രണ്ട്. ഇങ്ങനെ പറയാൻ തുടങ്ങി. ഷോക്കായി. എന്താ? സോറിപ്പാ, ഒരു ചെറിയൊരു പ്രശ്നം. ഇവരെല്ലാം ആരോ ഒരാളെ മാരേജ് കഴിക്കണമല്ലേ പറഞ്ഞ്? അതെ, കഴിക്കണോ? ഇവർ 7 പേർക്ക് എന്നെ പിടിക്കും. ജാക്സൺ ചോക്കായി. എന്ത് ഷാക്കായി? അച്ഛൻ അമ്മയെ ഫുഡ് ജ്യൂസ് കൊടുത്ത് തുപ്പി മുഴുമുഴു നോക്കി. എന്താ ഇവിടെ നടക്കുന്നത്? അതെ, ഇവർക്ക് 7 പേരെ എന്നെ ഇഷ്ടം. അതുമാത്രമല്ല ഇവർ ഒരാളെ എനിക്ക് മാരേജ് കഴിക്കണമല്ലേ? അതെ, അതൊക്കെ ഞാൻ തീരുമാനം എടുത്തു. എന്ത് തീരുമാനം? ഇവർ 7 പേര് മാരേജ് കഴിക്കാം. ജാക്സൺക്ക് ഷോക്ക്. എന്ത് 7 പേര് മാരേജ് കഴിക്കാൻ പോകുന്നതാ? അതെ ജാക്സൺ. വേറെ എന്ത് ചെയ്യാം ജാക്സന്? ജിന്ന് ഇവന് ഞാൻ ഇല്ലാതെ പറഞ്ഞ സൂസൈഡ് ചെയ്യാൻ പോയി. ഇത് ജിന്നിക്ക് ഷാക്ക്. എന്താ സൂസൈഡ് ചെയ്യാൻ പോയി? അത് മാത്രമല്ല ഇവന് പറഞ്ഞ ഇവനിക്ക് എന്താ ജോബ്? അതെ, ഇവന് ജോബ് ഞാൻ പറയാം നിങ്ങൾക്ക്. ജോലി എന്ത്?